ഹായ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു പടം കണ്ടു. ആ പടത്തിൻ്റെ പേര് തലവര എന്നാണ്. അർജുൻ അശോകൻ, പിന്നെ അതുപോലെ തന്നെ മഹേഷ് നാരായണൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. സോ വിത്തൗട്ട് എനി എക്സ്പെക്റ്റേഷൻസ് ഞാൻ കണ്ടൊരു പടമാണ് തലവര എന്ന് പറയുന്നത്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ ആൾക്കാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവായിരുന്നു. ലൈക്ക് ഇതിൻ്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോഴേക്കും ഞാൻ വിചാരിച്ചു പടം ഒരു ഓക്കെ പടമായിരിക്കും, നമുക്ക് വെറുതെ ഒരു ടൈം പാസിന് കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. കാരണം വേറെ പടമൊന്നും ഇല്ലായിരുന്നു ഈ കൂട്ടത്തിൽ. അപ്പോൾ ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ പടത്തിൻ്റെ ടിക്കറ്റ് എടുത്തത്. പക്ഷേ പടം കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ പടത്തിന് കൂടുതലും ഒരു സ്വീകാര്യത കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആൾക്കാർ കൂടുതലും സിനിമാ തിയേറ്ററിൽ വന്നിട്ടില്ല എന്നെനിക്ക് തോന്നി. കാരണം വെരി ബ്യൂട്ടിഫുൾ മൂവി. പടത്തിൻ്റെ ഒരു ഇമോഷണൽ സെറ്റപ്പാണ് ഓൾമോസ്റ്റ് എല്ലാ സീൻസിലും. പക്ഷേ ഇറ്റ്സ് പോർട്രേഡ് ഇൻ എ വെരി ബ്യൂട്ടിഫുൾ വേ. കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇറ്റ്സ് നോട്ട് ബിക്കോസ് സോ മച്ച് ഇമോഷണൽ. എനിക്ക് ഇമോഷണൽ പടമേ ഇഷ്ടമല്ല എന്നുള്ള കാര്യം ആദ്യം പറയാം. പക്ഷേ ദ വേ ദ മൂവി ഈസ് ഫ്ലോയിങ്, അത് വളരെ നല്ല രസമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അതിലെ ഓരോ ക്യാരക്ടേഴ്സ്, എസ്പെഷ്യലി ഈ അർജുൻ അശോകൻ്റെ അമ്മയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പുള്ളിക്കാരി, ഐ ഡോണ്ട് നോ ഹെർ നെയിം, ഐ ഹാവൻറ്റ് സീൻ ഹെർ ഇൻ എനി അതർ മൂവീസ്. പക്ഷേ അവരുടെയൊക്കെ ആ ഒരു അഭിനയം എന്ന് പറയുന്നത് വെരി നാച്ചുറൽ. അതാ പറയുന്നത്, വെരി നാച്ചുറലായിട്ടുള്ളൊരു അഭിനയമാണ്. അത് ഒരുപാട് ലൈക്ക് ഇമോഷണൽ ആക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞ് അങ്ങനത്തെ ഒരു സീൻസും ഇല്ല. ജസ്റ്റ് ദ നോർമൽ എന്താണോ ആ പടത്തിന് ആവശ്യമുള്ള വേണ്ടത് അത് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ ആ സിനിമയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഹാവ് വെരി മച്ച് എൻജോയ്ഡ് ഈച്ച് ആൻഡ് എവറി സീൻസ്. ഇപ്പോൾ അവരുടെ പേര് ദേവദർശിനി ചേതൻ എന്നാണ് ഇതിൽ കിടക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ, അത് വെരി കൺവിൻസിങ്. അർജുൻ അശോകൻ്റെ അമ്മയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തോന്നിയിട്ടുണ്ട്, ശരിക്കും ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അശോകൻ വാസ് വെരി ചിൽ കൈൻഡ് ഓഫ് ഗായ്. അത് ലൈക്ക് എത്ര സീരിയസ് ആയിട്ടാണെങ്കിലും പുള്ളി വളരെ ചില്ലായിട്ട് എടുക്കുന്നൊരു ക്യാരക്ടറാണ്. ആൻഡ് അർജുൻ അശോകൻ്റെ അമ്മ എന്ന് പറയുന്നത്, ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ചില്ലായിട്ട് നടക്കുന്നത് ആണെങ്കിൽ പോലും സ്റ്റിൽ ഗീവ്സ് മണി ഫോർ വാച്ചിങ് മൂവീസ്. പുള്ളി ഭയങ്കര ഒരു മൂവി ബഫാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാശ് ചോദിക്കും. കാശൊന്നുമില്ല, വളരെ പാവപ്പെട്ടൊരു വീട്ടിലുള്ളൊരു കുടുംബമാണ്. പക്ഷേ സിനിമയ്ക്ക് എല്ലാ ദിവസവും സിനിമയ്ക്ക് പോവും. അപ്പോൾ ഇവരെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങിക്കുന്നത്. ഇയാൾ സിനിമയ്ക്ക് പോവും, അതൊക്കെ ഇവരും ഹെൽപ്പ് ചെയ്യും, ലൈക്ക് ഗിവിങ് മണി ആൻഡ് എവറിത്തിങ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഫാമിലിയാണ്. സോ ബാക്കിയുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അർജുൻ അശോകൻ്റെ ഫ്രണ്ട്സ്, അതിലൊരു സീനുണ്ട്. ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സീൻ ഇതാണ്. അത് ഒരു മാസ് സീനാണ്, പക്ഷേ അത് വെരി എന്താ പറയുക, നമുക്കൊരു അതൊക്കെ എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ പടം അങ്ങോട്ട് ഹിറ്റായില്ല. കാരണം അത് ഒരു ലാർജ് ഓഡിയൻസിൽ കാണേണ്ട ഒരു പടമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഫൈറ്റ് സീൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റിൽ അതൊരു കൺവിൻസിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ലൈക്ക് നമുക്കൊരു രോമാഞ്ചം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഫൈറ്റ് സീനാണ്. അതുപോലെ അവരുടെ ആ ഒരു ഗ്യാങ് ആൻഡ് എവറിത്തിങ്, അത് നമുക്ക് ആ ഒരു മെയിൻ രീതിയിലൊരു പാലക്കാട് ആക്സെൻ്റാണ്, പാലക്കാട് സ്ലാങ്ങാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കിപ്പം ഒരുപാട് വീഡിയോസൊക്കെ റീൽസൊക്കെ കാണുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലാവും പാലക്കാടിൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് തമിഴൊക്കെ ഇങ്ങനെ കലർത്തിയിട്ടൊക്കെ സംസാരിക്കുന്നത്, അതൊക്കെ നല്ല രസമുള്ള രീതിയിൽ കേൾക്കാൻ നമുക്കത് ഒരു കൊച്ചിക്കാരനാണ് അവർ തമിഴ് അല്ലെങ്കിൽ പാലക്കാട് ആക്സെൻറ്റ് സംസാരിക്കുന്നതൊന്നും തോന്നിയിട്ടില്ല. വെരി കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ആക്സെൻ്റ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഹീറോയിൻ, ഈ മലറിന് ശേഷം വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഹീറോയിൻ ക്യാരക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എന്താ പറയുക, വി ഫെൽ ലവ് വിത്ത് ദാറ്റ് ക്യാരക്ടർ, വിത്ത് ദാറ്റ് പേഴ്സൺ, വിത്ത് ദാറ്റ്
ദറ്റ് റിയൽ പേഴ്സൺ. അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയ്ക്കും അവരെ ആ ഒരു ലുക്കും അഭിനയവും സംസാരവും ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു രീതിയൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഈവൻ ഐ ഫെൽറ്റ് ലൈക്ക് മാരിയിങ് ഹർ, ദാറ്റ് കൈൻഡ് ഓഫ് ലവ് ദാറ്റ് ഐ ഫെൽറ്റ്. സോ അങ്ങനെയായിരുന്നു അതിലെ ആ ഒരു ഹീറോയിൻ്റെ റോൾ ഉണ്ടായിരുന്നത്. പിന്നെ അർജുൻ അശോകൻ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. ഒരു ലൈക്ക് ഓവർ ആക്ടിങ്ങും ഇല്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കിടന്ന് കരയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാതെ നോർമൽ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു സീനിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത്, ലൈക്ക് നോട്ട് വെരി മച്ച് ഡ്രാമ, ജസ്റ്റ് നോർമൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് മാത്രമേ കാണിക്കത്തുള്ളൂ. അത് നമുക്ക് കൺവീൻ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ദി ഇമ്പോർട്ടൻറ്റ് തിങ്. പിന്നെ ഇതിനകത്ത് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. ദാറ്റ്സ് ഓൾ. ഇതിനകത്ത് പിന്നെ വേറെയും കുറച്ച് ക്യാരക്ടേഴ്സുണ്ട്. പക്ഷേ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് വാസ് സൂപ്പർബ് ഇൻ ദിസ് മൂവി.